ഹലോ എക്സാമിനർ +1 ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മൾ ടോപ്പിക്കിലേക്ക് എടുക്കാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ ഞാൻ ഒരു ബോൾ എടുത്ത് ആ ബോളിൻ്റെ മാസ് അളക്കി നിങ്ങളോട് പറയുകയാണ്. അതിൻ്റെ മാസ് 12.5 കിലോഗ്രാം ആണെന്ന് പറയണം. 12.5 കിലോഗ്രാം. മക്കളെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അത് എക്സാക്ട്ലി 12.5 കിലോഗ്രാം ആണെന്ന്? ആ മാസ്, ബോളിൻ്റെ മാസ് ഉറപ്പാണോ? ഞാൻ മെഷർ ചെയ്ത് പറയുകയാണ് നിങ്ങളോട്. നിങ്ങൾക്ക് ഉറപ്പാണോ അലക്സ് സാർ പറയുന്ന 100% കറക്റ്റാണ്? ഉറപ്പാവാൻ പാടില്ല. കാരണം എന്താണ്, 12നും 13ൻ്റെ ഇടയിലാണെന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് കാണുമ്പോൾ. അല്ല, ഞാനെന്തോ വലിയ മണ്ടത്തരമൊന്നും കാണിച്ചില്ലെങ്കിൽ, മണ്ടത്തരം കാണിച്ചില്ലെങ്കിൽ എല്ലാ സിസ്റ്റം ഓക്കെയാണ്, വെയിങ് മെഷീൻ ഓക്കെയാണ്, ഞാൻ ചെയ്തതിൽ വലിയ മണ്ടത്തരമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്തായാലും 12-13 ഇടയിലാണ് ഉറപ്പാണ്. അതിലൊരു സംശയമില്ല. 15 കിലോഗ്രാം ആയിരിക്കില്ല ഇതിൻ്റെ വെയിറ്റ് അല്ലെ മാസ്. പക്ഷേ ഈ ഇവിടെ കിടക്കുന്ന 5 ആക്ച്വലി 5 തന്നെയാണോ? അതായത് 12.50 കിലോഗ്രാമാണ് ആ ബോളിൻ്റെ മാസ്. സാർ, അതിന് സാധ്യതയില്ല. അത് അങ്ങനെ സാധ്യതയില്ല. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു 12.48 അല്ലെ 4.923 അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കുമല്ലോ ആ ബോളിൻ്റെ ആക്ച്വൽ വാല്യൂ, ആക്ച്വൽ മാസ്. അല്ലാണ്ട് കൃത്യം 12.5 ആണ്. അപ്പം ഇങ്ങനെ എന്തോ ആയിരിക്കും. പക്ഷേ ആ വെയിങ് മെഷീനിൽ ഇതൊന്നും കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ വെയിങ് മെഷീൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? 12.49 12.5 ആക്കി റൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. ഇനി ഇത് 12.49 ആവണമെന്നില്ല. ചിലപ്പോൾ എന്തായിരിക്കും 12.51 ഇതായിരിക്കും അതിൻ്റെ മാസ്. അപ്പോഴും വെയിങ് മെഷീൻ എന്താ കാണിക്കുക? 12.5 നിലയിൽ കാണിക്കുക അല്ലേ? ഇപ്പോൾ കുറച്ചും കൂടിപ്പോയാൽ 12.59 ആണെങ്കിൽ അത് എന്ത് ചെയ്യും? 12.6 കാണിച്ചാൽ വെയിങ് മെഷീൻ. ഇപ്പോൾ വെയിങ് മെഷീൻ കാണിക്കുന്നതിൽ 12 എന്ന് പറഞ്ഞാൽ ഈ 2 നമ്പേഴ്സ് ഉറപ്പാണ്. അതിപ്പോൾ 12.49 ആണ് മാസമെങ്കിൽ 13 ഒന്നും കാണിക്കില്ല. 12.5 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കാനുണ്ടെങ്കിൽ വെയിങ് മെഷീൻ 13 അങ്ങനെയൊന്നും കാണിക്കില്ല. ആ ഡെസിമൽ പ്ലേസിന് ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇപ്പോൾ 13 കാണിക്കുമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് അവിടെ ഒരു 0.5 കാണിക്കാനുള്ള വെയിങ് മെഷീൻ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് 12.5 കാണിക്കുമ്പോൾ 13 കാണിക്കില്ല. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എൻ്റെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാം, അല്ല നിങ്ങൾ മനസ്സിലാക്കണം. 12.5 എന്ന് പറഞ്ഞിട്ട് കിലോഗ്രാം മാറി സെൻറ്റിമീറ്റർ ആയോ? നമുക്ക് വീണ്ടും കിലോഗ്രാമിലേക്ക് മാറ്റാം. മാസ് ഓഫ് ദി ബോൾ സെൻറ്റിമീറ്ററിൽ വരില്ല. ഓക്കെ, അപ്പം 12.5 കിലോഗ്രാം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഈ 2 ഡിജിറ്റ്സ് എന്താണ്? ഉറപ്പാണ്. 12 തന്നെയാണ്, സെർട്ടൺ ആണ്. ഞാൻ മണ്ടത്തരം കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. അലക്സ് സാർ പറയുന്ന 12 എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, 12 കിലോഗ്രാം ആണ്. പക്ഷേ ഈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അൺസേർട്ടൺ ആണ്, തെറ്റാണെന്നല്ല പറയുന്നത്. അത് 100% 5 ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 4.9 ആവാം, 4.8 ആവാം, 4.7 ആവാം, 5.1 ആവാം. അങ്ങനെ പല പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. 5.034 അങ്ങനെയൊക്കെ ആവാം. സോ ദിസ് ഇസ് എൻ അൺസേർട്ടൺ ഡിജിറ്റ് അൺസേർട്ടൺ ആണ്. പക്ഷേ ഇത് 2 സെർട്ടൺ ആണ്. അങ്ങനെയാണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് അല്ലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നിങ്ങൾ പറയും, സാർ സെർട്ടൺ ആയിട്ടുള്ള ആൾക്കാർ, സെർട്ടൺ ആയിട്ട് 2 പേര് 12, ഈ 2 പേരാണ് സിഗ്നിഫിക്കൻറ്റ് എന്തെങ്കിലും വാല്യൂ ഉള്ളത്. അങ്ങനെയല്ല, സയൻറ്റിഫിക്കലി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ശ്രദ്ധിക്കുക മക്കളെ, എല്ലാ സെർട്ടൺ ഡിജിറ്റ്സ് എന്തായാലും നിങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയണം. സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവത്തായ സെർട്ടൺ ഡിജിറ്റ്സ് എന്തായാലും സിഗ്നിഫിക്കൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് ഒരു അൺസേർട്ടൺ ആളെ നമുക്ക് എന്ത് ചെയ്യാം? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂട്ടാം, കുഴപ്പമില്ല. ഒരു അൺസേർട്ടൺ ആണ് നമ്മൾ അൺസേർട്ടൺ ആണെന്ന് അറിയാം, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അതിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ സെർട്ടൺ ആയിട്ടുള്ള ഡിജിറ്റ്സ് മാത്രമല്ല, സെർട്ടൺ ഡിജിറ്റ്സ് പ്ലസ് ഒരു അൺസേർട്ടൺ എടുക്കാം. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. അതിൽ കൂടുതൽ അൺസേർട്ടൺ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു അൺസേർട്ടൺ നമ്മൾ എടുക്കും. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഇപ്പോൾ കോൺസെപ്റ്റ് ഇതാണെങ്കിലും ഇത് കണ്ടുപിടിക്കൽ ഓരോരോ നമ്പേഴ്സിനും ഇതിപ്പോൾ ഈ നമ്പറിൽ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ വേണ്ടി. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? ഇവ രണ്ടും പിന്നെ ഇതും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ മൊത്തത്തിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് ഈ നമ്പർ എന്ന് പറയും. സിമ്പിളാണ്, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ എപ്പോഴും നമുക്ക് ഈ ഒരു റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ഈസി ആണോ? ഈസി അല്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റൂൾസ് വേണം. ആ റൂൾസ് ടെക്സ്റ്റ് ബുക്കിൽ കുറേ റൂൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലീഡിങ് 0, നോൺ ലീഡിങ് 0 എന്ന് പറഞ്ഞാൽ കുറേ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, പക്ഷെ അത് പഠിച്ച് വെക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് റൂൾസ് പറഞ്ഞുതരാം.
പരീക്ഷയിൽ റൂൾസ് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് ഓർത്ത് പേടിക്കേണ്ട. അവസാനത്തെ ആൻസറേ ചോദിക്കുള്ളൂ. ഇന്ന നമ്പർ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ ഏത് റൂൾ വെച്ച് നിങ്ങൾ ചെയ്താലും, ടെക്സ്റ്റ് ബുക്കിൽ വെച്ച് ചെയ്താലും, ഞാൻ പറഞ്ഞ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. സെയിം ആൻസറാണ് കിട്ടുക എല്ലാ സമയത്തും. ഒരു സമയത്ത് പോലും അതിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. പോരെ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ റൂൾസ് നോക്കാം. ഇതെല്ലാം റൂൾസ്, അടുത്താണ് റൂൾസ്. അപ്പോൾ റൂൾസിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മുകളിൽ കാണുന്ന നമ്പർ മക്കളെ നോക്കിക്കേ, എന്ത് നമ്പറാണ്? ഇവിടെ എവിടെയെങ്കിലും കുത്ത് കാണുന്നുണ്ടോ? ഡെസിമൽ പോയിന്റ് കാണുന്നുണ്ടോ? ഇങ്ങനെ കുത്ത് കാണുന്നുണ്ടോ? ഇല്ല. സോ ഇങ്ങനത്തെ നമ്പേഴ്സ് നമ്മൾ വിളിക്കും നോൺ ഡെസിമൽ. എന്താണ് മക്കളെ? ND എന്ന് വിളിക്കുക. നോൺ ഡെസിമൽ, ഡെസിമൽ അല്ലാത്ത, കുത്തില്ലാത്ത നമ്പേഴ്സ്. നോൺ ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണണമെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട എന്താ അറിയോ? നിങ്ങൾ ആദ്യത്തെ 0 അല്ലാത്തവനെ പിടിച്ചേ. ഇത് 0 ആണ്, 0 ആണ്. 0 അല്ലാത്തവൻ ഇവിടെയാണ്. അവിടെ നിങ്ങളൊരു പെട്ടി എഴുതുക. ആദ്യത്തെ നോൺ 0 നമ്പറിൻ്റെ അവിടെ നിങ്ങളൊരു പെട്ടി വരയ്ക്കുക. ഫസ്റ്റ് നോൺ 0 നമ്പറിനെ പിടിച്ചു, എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവസാനത്തെ നോൺ 0 പിടിച്ചേ. അവസാനത്തെ നോൺ 0 അല്ലാത്തവനെ. ഇത് 0 ആണ്, ഇത് നോൺ 0, പക്ഷെ അവസാനത്തെ നോൺ 0 അല്ല, കാരണം അതിനുശേഷവും വേണ്ട ഒരു നോൺ 0 വരുന്നുണ്ട്. ഇതാണ് അവസാനത്തെ നോൺ 0. 7 ആണ് അവസാനത്തെ 0 അല്ലാത്ത നമ്പർ. യെസ്, കാരണം അതിനുശേഷം 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാനത്തെ നോൺ 0 പിടിച്ചാൽ അവിടെയും ഒരു പെട്ടി എഴുതുക, ഒരു പെട്ടി വരയ്ക്കുക, സ്ക്വയർ ബ്രാക്കറ്റ്. ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് ഈ നമ്പറിൽ. ഈ നമ്പറിൽ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആകും. അപ്പം ഡെസിമൽ അല്ലാത്ത നമ്പറിൽ നിങ്ങൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കുക. ഫസ്റ്റ് നോൺ 0 പിടിക്കുക, ലാസ്റ്റ് നോൺ 0 പിടിക്കുക, പരിപാടി തീർക്കുക. ഫസ്റ്റ് നോൺ 0 അല്ലാത്ത ആൾ, ലാസ്റ്റ് 0 അല്ലാത്ത ആൾ പിടിക്കുക, പെട്ടിയിൽ എഴുതുക, എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഇതൊരു പോസിബിലിറ്റി. ഇനി ഡെസിമൽ വന്നാലോ, ഒരു കുത്ത് വന്നാലോ? ഇത് ഡെസിമൽ നമ്പറാണ്, ഇത് നോൺ ഡെസിമൽ അല്ല, ഡെസിമൽ നമ്പറാണ്. അപ്പോൾ ഡെസിമൽ നമ്പർ ആണെങ്കിലോ റൂളിൻ്റെ ഫസ്റ്റ് ഭാഗം സെയിം ആണ്. ഫസ്റ്റ് ഭാഗം എന്താണ്? ഫസ്റ്റ് നോൺ 0 കണ്ടുപിടിക്കുക. 0 അല്ലാത്ത ആൾ, 0 ആണ്, 0 ആണ്, 0 അല്ലാത്ത കണ്ടുപിടിച്ചു, പെട്ടിടുക. ഇനി ലാസ്റ്റ് നോൺ 0 കണ്ടുപിടിക്കേണ്ട. അവിടെ നിങ്ങൾ ലാസ്റ്റ് നോൺ 0 കണ്ടുപിടിച്ച് അവിടെയും പെട്ടി വരച്ചു. ഇവിടെ അങ്ങനെ ചെയ്യേണ്ട. ഫസ്റ്റ് നോൺ 0ന് ശേഷം എല്ലാവരും അവസാനം വരെ സിഗ്നിഫിക്കൻ്റ്, എല്ലാവരും സിഗ്നിഫിക്കൻ്റ്. ഫസ്റ്റ് നോൺ 0 കണ്ടുപിടിച്ചാൽ മതി, പിന്നെ അവസാനം വരെ, മരിക്കുന്ന വരെ എല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ 1 2 3 പോയിന്റിന് എണ്ണാൻ പാടില്ല കേട്ടോ. 1 2 3 4 5 6 7 8 8 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഈ നമ്പറിലുള്ളത്. ഈ 2 റൂളാണ് ആദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൂൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതല്ലാതെ വേറെ 2-3 റൂൾസും കൂടി ഉണ്ടാകും, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ, കാരണം ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ 2 റൂൾ. ഇത് ഉപയോഗിച്ചിട്ടാണ് മിക്കവാറും പരീക്ഷയിൽ ചോദ്യം വരിക. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. വീഡിയോ പോസ് ചെയ്യുക, സ്വന്തം ട്രൈ ചെയ്യണം. വീഡിയോ പോസ് ചെയ്ത് സ്വന്തം ട്രൈ ചെയ്യണം, അല്ലാണ്ട് ഒരു കാര്യമില്ല നോക്കിക്കൊണ്ടിരിക്കരുത്. മക്കളെ ഡെസിമൽ നമ്പറാണോ? യെസ്, ഡെസിമൽ നമ്പറാണ്. ഡെസിമൽ ആണെങ്കിൽ കുത്തിൻ്റെ റൂൾ എന്താണ്? ഫസ്റ്റ് നോൺ 0 ഇതാണ്, അവസാനത്ത് നോക്കണ്ട. ഫസ്റ്റ് നോൺ 0ന് ശേഷം എല്ലാവരും എന്താ സിഗ്നിഫിക്കൻ്റ് ആണ്, കഴിഞ്ഞു. ഇതിന് ഓർത്തോഗണൈസ്ഡ് ട്രിക്ക് പറഞ്ഞുതരാം. ഡെസിമൽ എന്ന് പറഞ്ഞാൽ ടിൽ, ഡി എന്ന് പറഞ്ഞാൽ എന്താ? ടിൽ ഡെത്ത് എന്നാണ്, മരിക്കും വരെ. ഫസ്റ്റ് നോൺ 0 അടിച്ചാൽ പിന്നെ മരിക്കും വരെ എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഡെസിമൽ ടിൽ ഡെത്ത്, ഓർത്ത് വെച്ചാൽ ഡെത്ത് വരെ, ചാവുന്ന വരെ സിഗ്നിഫിക്കൻ്റ് ആണ്, കഴിഞ്ഞു. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻ്റ് ഉണ്ട്? 1 2 3 4 5 എല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്, കഴിഞ്ഞു. ഒന്നും ആലോചിക്കാനില്ല. അടുത്ത പിടി. ഡെസിമൽ ആണോ? ഡെസിമൽ ആണ്. ഫസ്റ്റ് നോൺ 0 തീർക്കും. ഡെസിമൽ ആണെങ്കിൽ ഫസ്റ്റ് നോൺ 0 പിടിക്കുക. ഫസ്റ്റ് നോൺ 0 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. അതിനുശേഷം എല്ലാവരും സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ എത്രയാണ്? 1 2 3 4 5 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ഇത്രയുള്ള സംഭവം. അടുത്ത ചോദ്യം പിടിച്ചേ. ഓ നോൺ ഡെസിമൽ ആണ്. നോൺ ഡെസിമൽ ആണെങ്കിൽ ടിൽ ഡെത്ത് അല്ല. ഫസ്റ്റ് നോൺ 0 പിടിക്കണം, ട്രൈ നോക്കണം. അതൊക്കെ ട്രൈ നോക്കണം. വീഡിയോ ക്വസ്റ്റ്യൻ കാണിക്കുക, അപ്പോൾ തന്നെ വീഡിയോ പാസ് ചെയ്യണം, എന്നിട്ട് ട്രൈ നോക്കണം. എന്നിട്ട് ആൻസർ സ്വന്തം എഴുതി ചെക്ക് ചെയ്യാം. നോൺ ഡെസിമൽ ആണ്. ഫസ്റ്റ് നോൺ 0, ലാസ്റ്റ് നോൺ 0 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ആൻസർ ഇസ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അടുത്ത പിടി. ഡെസിമൽ ആണ്. ഫസ്റ്റ് നോൺ 0, അവസാനം വരെ 3. അപ്പോൾ സെയിം ഡിജിറ്റ്സ് ആണ്. 720-ലും 7.20-ലും ഒരേ 7 7ഉം 2ഉം 0 ആണ്. പക്ഷേ ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, അവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ആ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, എന്നാൽ ഇത് പിടി. സാർ ഇതെന്താ? ജൂൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ്. സാർ യൂണിറ്റ് വന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഒരു മാറ്റവും ഇല്ല. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കുകളിലും ഗൈഡിലൊക്കെ ചില ബുക്കിലൊക്കെ യൂണിറ്റ് വന്നാൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതൊന്നും ഇനിയില്ല. പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക്, പുതിയെന്ന് പറഞ്ഞാൽ ഈ വർഷം വന്നല്ല കേട്ടോ, വർഷങ്ങളായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ബുക്ക് പ്രകാരം യൂണിറ്റ് വന്നുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. സോ ആരെങ്കിലും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് മനസ്സിലാക്കുക. യൂണിറ്റ് വന്നാലും വന്നില്ലെങ്കിൽ നിങ്ങൾ യൂണിറ്റ് നോക്കണ്ട, ഡസൻ മേക്ക് എ ഡിഫറൻസ്, ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല.
നമ്പർ എന്താ, ഡെസിമൽ ആണോ നോൺ ഡെസിമൽ ആണോ? നോൺ ഡെസിമൽ ആണ്, ഫസ്റ്റ് നോൺ സീറോ ലാസ്റ്റ് നോൺ സീറോ, രണ്ട് നമ്പർ, രണ്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗറേ ഉള്ളൂ. 4100 ജൂൾ ആണെങ്കിലും 4100 സെൻറ്റിമീറ്റർ ആണ്, 4100 ആണെങ്കിലും 4100 ആണെങ്കിലും സിഗ്നിഫിക്കൻ്റ് ഫിഗർ സെയിം റൂളാണ്. ഓക്കെ, ക്ലിയർ ആണ്, സെറ്റാണ് മക്കളെ. എന്നാൽ ഇത് ചെയ്തേ, ഡെസിമലാണ്, ടിൽ ഡെത്ത് ആണ്, ഫസ്റ്റ് നോൺ സീറോ ടിൽ ഡെത്ത് 4 കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് റൂൾ ഉപയോഗിച്ചുള്ള പരിപാടി മനസ്സിലായില്ല. എന്താണ് റൂള് മക്കളെ? ഒന്നുകൂടി പറഞ്ഞുതരാം. നോൺ ഡെസിമൽ ആണെങ്കിൽ, ഡെസിമൽ അല്ലാത്ത നമ്പർ ആണെങ്കിൽ, സാധാരണ നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ലാസ്റ്റ് നോൺ സീറോൻ്റെ ഇടയിലുള്ള ആൾക്കാർ മാത്രമേ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. ഡെസിമൽ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട, ടിൽ എൻഡ് അല്ലെ ടിൽ ഡെത്ത് എന്ന് ആലോചിച്ചാൽ മതി. ഡെസിമൽ എന്ന് പറഞ്ഞാൽ ടിൽ ഡെത്ത്, അവസാനം വരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഈ റൂൾ കൂടാതെ വേറൊരു മൂന്നാമത്തെ റൂൾ ഉണ്ട്. പവേഴ്സ് ആർ നോട്ട് കൗണ്ടഡ് ആസ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ. പവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 10⁵, 10⁻⁻7, 10�6. ഇതൊക്കെ നമ്പേഴ്സാണ്, കറക്റ്റാണ്, അവരൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അവർക്കൊന്നും സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 0 ആണ്, ഇല്ല. ഫോർ എക്സാമ്പിൾ ഈ നമ്പർ നോക്കി, 1.2 10⁻6. 1.2 ഡെസിമലാണ്, ഫസ്റ്റ് നോൺ സീറോ അവസാനം വരെ സിഗ്നിഫിക്കൻ്റ് ആണ്. സോ രണ്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ട്. 10⁻6 ഒരു നമ്പറാണ്. 10⁻6 എന്ന് പറഞ്ഞാൽ 1000000 6 0 ഉണ്ടാവും, ഒരു നമ്പറാണ്. പക്ഷെ അതിലെന്തില്ല? അത് പവർ അല്ലേ, 10ൻ്റെ പവർ അല്ലേ, പവർ അല്ലേ, സിഗ്നിഫിക്കൻ്റ് അല്ല, നോ സിഗ്നിഫിക്കൻ്റ് ഫിഗർ. സിഗ്നിഫിക്കൻ്റ് ഇവിടെ 0 ആണ്. സോ ഈ നമ്പറിൽ മൊത്തത്തിൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗറേ ഉള്ളൂ? 2 സിഗ്നിഫിക്കൻ്റ് ഫിഗറേ ഉള്ളൂ, അത്രേ ഉള്ളൂ. 2 സിഗ്നിഫിക്കൻ്റ് ഫിഗറേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അതാണ് ഈ മൂന്നാമത്തെ റൂൾ പറയാൻ. നാലാമത്തെ റൂൾ ശ്രദ്ധിക്കുക. എക്സാക്ട് നമ്പേഴ്സ് ഹാവ് ഇൻഫൈനൈറ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ. എക്സാക്ട് നമ്പേഴ്സിന് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉള്ളത്. 1 2 3 അല്ല, ഇൻഫിനിറ്റ്. അതിനർത്ഥം എന്താ? എക്സാക്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 10 ആപ്പിൾ 50 സ്റ്റുഡൻസ്. അതിൻ്റെ വ്യത്യാസം എന്താണ് മക്കളെ? 50 അല്ല, 50 സ്റ്റുഡൻസ്. മക്കൾ ആലോചിച്ചത്, 50 സ്റ്റുഡൻസ് ഈ ക്ലാസ്സിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് പഠിക്കുന്നത്. അതിലെന്തെങ്കിലും സംശയമുണ്ടോ? 50.1 ആണെന്നോ 50.2 ആണെന്നോ 50.05 ആണെന്നോ സംശയമുണ്ടോ? ഇല്ല. 50 സ്റ്റുഡൻസ് ആണ്, എക്സാക്ട്ലി 50 ആണ്. അപ്പോൾ എനിക്ക് പറഞ്ഞുകൂടെ 50 സ്റ്റുഡൻസ് ആണ്, 50.0 സ്റ്റുഡൻസ് ആണ്. യെസ്, ഓക്കെ. 50.00 സ്റ്റുഡൻസ് ആണ്, ഓക്കെ. 50.000000 സ്റ്റുഡൻസ് ആണ്. കാരണം എനിക്കറിയാം എക്സാക്ട്ലി 50 സ്റ്റുഡൻസ് ആണ്, 50.1 ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ വേണം 50.00000000 ഇൻഫൈനൈറ്റ് സീറോസ് ഇട്ടൂടെ, കുഴപ്പമില്ല. അപ്പോൾ എക്സാക്ട് നമ്പേഴ്സാണ് 10 ആപ്പിൾ. 10 ആപ്പിൾ എന്ന് പറഞ്ഞാൽ 10 ആപ്പിളാണ്, 10.1 ആപ്പിൾ അല്ല, 10.000000 ഇൻഫൈനൈറ്റ് പൂജ്യംസ് ഉണ്ട്. അപ്പോൾ ഇൻഫൈനൈറ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ എക്സാക്ട് നമ്പേഴ്സ് ലൈക്ക് 10 ആപ്പിൾ 50 സ്റ്റുഡൻസ്, അങ്ങനെ എണ്ണം എന്താണെന്ന് പറയണം. 50 എന്ന് പറഞ്ഞാൽ പോരാ. വെറും 50 എന്ന് പറഞ്ഞാൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ? ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉള്ളൂ. നോൺ ഡെസിമൽ നമ്പറാണ്, ഫസ്റ്റ് നോൺ സീറോ അവസാനത്തെ നോൺ സീറോ, അത് തന്നെയാണ് 50 എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉള്ളൂ. വെറുതെ പറഞ്ഞു. 50 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കൃത്യം സിഗ്നിഫിക്കൻ്റ്, ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം, ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻ്റ്, എക്സാക്ട് നമ്പറാണ്. പൈ 3.14, പിന്നെ അങ്ങോട്ട് പോവാണ് 1428 എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫൈനൈറ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗറാണ്. റേഡിയസ് ഇസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2. ഡയമീറ്ററിൻ്റെ പകുതിയാണെന്നറിയാം. ഓക്കെ, ഇതിൽ റേഡിയസ് നിങ്ങൾക്ക് മെഷർ ചെയ്ത് കിട്ടും 3.23 സെൻറ്റിമീറ്റർ. അത് അതിൽ സിഗ്നിഫിക്കൻ്റ് ഫിഗർ നിങ്ങൾ പ്രോപ്പർ നോക്കണം. ഡയമീറ്റർ നിങ്ങൾക്ക് മെഷർ ചെയ്ത് കിട്ടും. അപ്പോൾ അത് മെഷർമെൻ്റ് ആണ്, അതിൽ സിഗ്നിഫിക്കൻ്റ് ഫിഗർ നിങ്ങൾ എണ്ണണം. പക്ഷേ ഈ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ ഈ 2ൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര പറയും? നിങ്ങൾ ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് 2 സാർ ഒരു നമ്പറല്ലേ ഉള്ളൂ, ഡെസിമലാണോ നോൺ ഡെസിമലാണോ അർത്ഥമില്ല. അപ്പോൾ ഒരു നമ്പർ മാത്രമേ ഉള്ളെങ്കിൽ അയാൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് 1 എന്ന് പറയുമോ അല്ലെ വേറെ എന്ന് പറയുമോ? മക്കളെ, ഈ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതിയാണ്, എക്സാക്ട്ലി പകുതിയല്ലേ. അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞാൽ 2.01 ആണോ? അല്ല, 2 തന്നെയാണ്. അത് 2.0000 ആണ്. സോ എത്ര സിഗ്നിഫിക്കൻ്റ് ഉണ്ട്? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ മെഷർമെൻറ്റ്. നമ്മൾ മെഷർ ചെയ്ത് കൊണ്ടുവരുന്ന വാല്യൂ ഒന്നും അല്ല, അത് എക്സാക്ട്ലി 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ എക്സാക്ട് നമ്പേഴ്സ്, ഫോർമുലയിൽ ഓൾറെഡി ഉള്ള നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². മാസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് സിഗ്നിഫിക്കർ നിങ്ങൾ എണ്ണിക്കോ, സ്പീഡ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എണ്ണിക്കോ. പക്ഷേ ഈ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ആ ഫോർമുലയിലുള്ള എക്സാക്ട് നമ്പറാണ്. ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫാണ്, 0.5 തന്നെയാണ്, 0.50 ആണ്, 0.5000 ആണ്. ഇൻഫിനിറ്റ് സിഗ്നിഫിക്കർ ആണ് ഈ നമ്പറുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചോ. എൻട്രൻസിന് ഇത് ആവശ്യമുണ്ടാവും, ബോർഡ് എക്സാമിന് ഇത് ആവശ്യമുണ്ടാവില്ല. ഞാൻ പറഞ്ഞു തന്നാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഇൻഫിനിറ്റ് സിഗ്നിഫിക്കറിൻ്റെ കാര്യം മനസ്സിലായി. ലാസ്റ്റ് റൂളാണ് ചേഞ്ചിങ് യൂണിറ്റ്സ് വിൽ നോട്ട് ചേഞ്ച് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ക്വാണ്ടിറ്റിനെ സെൻറ്റിമീറ്റർ നിങ്ങൾ മീറ്ററിലേക്ക് മാറ്റുകയാണ്, മീറ്ററിൽ നിന്ന് കിലോമീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിലും സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം മാറില്ല, മാറാൻ പാടില്ല.
അത് നമുക്ക് വലിയ ആവശ്യമുള്ള റൂളല്ല, പക്ഷേ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിന് വേറെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ഒക്കെ ചെയ്യാൻ അറിയില്ലേ? സെൻറ്റിമീറ്ററിന് മീറ്ററിലേക്ക് കൺവേർട്ട് ഡിവൈഡ് ബൈ 100 ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴും അവസാനത്തെ ആൻസറിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം കൂടാനോ കുറയാനോ പാടില്ല, സെയിം ആയിരിക്കണം. എത്ര സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നോ അത്ര തന്നെ മീറ്ററിൽ ഉണ്ടാവേണ്ടുള്ളൂ. അത് ജസ്റ്റ് പഠിച്ചു, കാരണം വല്ല ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ പുതിയ പഠിച്ച റൂൾസ് പ്രകാരം നമുക്ക് 2-3 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അതോടെ തീർന്നു, കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. 1.6 × 10⁻². മക്കളെ, ഈ 10⁻12 10⁻12 അടിപൊളിയാണ്, പക്ഷേ അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇല്ല. അപ്പോൾ എത്ര സിഗ്നിഫിക്കർ ഉള്ളൂ? 2. ദി ആൻസർ ഇസ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അടുത്ത പടി 3 ആപ്പിൾസ്. 3.00000000 ഇൻഫിനിറ്റി എക്സാക്ട് നമ്പറാണ്. 100 സ്റ്റുഡൻസ് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇൻഫിനിറ്റിൻ്റെ സിമ്പിൾ ആട്ടോ അത്. ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് എഴുതി വെക്കുക. ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ പൈ. പൈ ഈസ് എക്സാക്ട് നമ്പർ. 3.14 എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പറയാം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളൂ. 3.14 അത്രേ ഉള്ളൂ. പക്ഷേ പൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് 3.4. അപ്രോക്സിമേറ്റ്ലി 3.4 നമ്മുടെ സൗകര്യത്തിന് നമ്മൾ പറയും. അപ്രോക്സിമേറ്റ്ലി 22/7 നമ്മുടെ സൗകര്യത്തിന് പറയും. പൈ ഈസ് നോട്ട് 22/7 ഓർ 3.4. വൈ എന്താണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നെവർ എൻഡിങ് ആണ്. ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇത്രയേ ഉള്ളൂ മക്കളെ, പരിപാടി തീർന്നു. ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എല്ലാം കറക്റ്റായി കിട്ടണമെന്നൊന്നുമില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളെല്ലാവരും ഓണസ്റ്റ്ലി ഇത്രയും ജെ വരെയുള്ള ഓപ്ഷനിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആൻസർ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവരുടെ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ ഒരു ചോദ്യം ഉറപ്പാണ്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലെ വീഡിയോസ് ഇനി വേണമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫുൾ കണ്ടന്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.